എത്ര സമയാ വേണ്ടത്? നിങ്ങളൊന്ന് കണ്ണ് ചിമ്മി വെട്ടി വിഴിക്കുന്നതിന്റെ ഇടയില് ഞാൻ കൊണ്ടുവന്നു തരാം. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുമ്പില് ഈ മനുഷ്യൻ പറഞ്ഞപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്നാ അതൊന്ന് കാണട്ടെ. ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങളൊന്ന് കണ്ണ് ചിമ്മുക. സുലൈമാൻ നബി കണ്ണ് ചിമ്പിയപ്പോൾ ഈ മനുഷ്യൻ ചൊല്ലിയ വചനം എന്താണ്? യാ അലിയു യാ കബീറു യാ അലീമു യാ ഖദീറു യാ സമീഉ യാ ബസീറു യാ ലത്തീഫു യാ ഖബീർ. അല്ലാഹുവിന് ഒരുപാട് പേരുകളുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹുവിന് ഒരുപാട് പേരുകളുണ്ട്. അതിൽ ഒരു പേര് ഇസ്മുൽ അഅ്ലമാണ്. ഇസ്മുൽ അഅ്ലം അറിയുന്ന വ്യക്തിക്ക് അത് ചൊല്ലിയാൽ എന്തും ഏതും എപ്പോഴും എവിടെയും നടക്കും. നമ്മുടെ നരേന്ദ്രമോദി പോലും ഇപ്പൊ പറഞ്ഞു വെച്ചില്ലേ, അള്ളാഹ്ക്ക് 99 പേരിൽ ഒന്നും തീവ്രവാദമില്ല. താങ്ക് യു മിസ്റ്റർ നരേന്ദ്രമോദിജി, താങ്ക് യു സോ മച്ച്. അത്രയെങ്കിലും പറഞ്ഞത്. അദ്ദേഹം സൂഫി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്ന ഇംഗ്ലീഷ് ആ പ്രസംഗം ഒന്ന് നിങ്ങൾ കേൾക്കണം. യൂട്യൂബിലും വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്. അതൊക്കെ കാണാം. നല്ലതൊക്കെ നോക്കുന്നല്ല, വേണ്ടാത്ത തരത്തിലേക്ക് പോകാൻ ഞാൻ മതി കേട്ടോ മോനെ. എന്തും ഡോണ്ട് മിസ്യൂസ് ചെയ്യുന്നതിനാ ഇസ്ലാം എതിർത്തത്. ടി വി കൊടുക്കുന്നു, ഉസ്താദിന്റെ പ്രസംഗം എടുക്കുന്നു, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നു, ഇൽമ വിതരണം ചെയ്യുന്നു, തെറ്റല്ല. പക്ഷെ ആ ടി വിയിലൂടെ അന്യപെണ്ണിന്റെ ഔറത്ത് പ്രകടിക്കപ്പെടുന്ന, വികാരം ഉദ്ദീപിക്കപ്പെടുന്ന ചിത്രങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ ടി വി ഹറാമാണ്, വെക്കലും ഹറാമാണ്, കൊടുക്കലും ഹറാമാണ്. ഒരു ഗ്ലാസ് വെള്ളവിടെ കൊണ്ടുവരുന്നു, അതിന് കുടിക്കാൻ ഉസ്താദിന് നിങ്ങൾക്ക് വെള്ളത്തെ ചായയും അനുവദനീയമായ പാനീയോ തരണോ കുടിക്കാൻ. അതേ ഗ്ലാസ് അതിൽ തന്നെ കുറച്ച് കള്ളങ്ങടെ ഒഴിച്ചു കൊടുത്താലോ, ഗ്ലാസ് ഹറാമായി, കള്ളു ഹറാമായി, കൊടുക്കലും ഹറാമായി, വാങ്ങലും ഹറാമായി, കുടിക്കലും ഹറാമായി, എല്ലാം ഹറാമായി. അപ്പൊ അതുകൊണ്ട് ഹറാമ് നോക്കുന്നത് അങ്ങനെയാ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവിന് ഒരുപാട് പേരുകളുണ്ട്. 99, 4000, 44,000 എന്നൊക്കെ പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. അതിലൊരു പേര് ഇസ്മുൽ അഅ്ലമാണ്. അത് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അറിയിച്ചു കൊടുക്കും, ഔലിയാക്കൾക്ക്, മഹാന്മാർക്ക്. അത് കൈ കിട്ടിയ ഇസ്മുൽ അഅ്ലം കൈ കിട്ടിയ. ഞാനിപ്പോ അമേരിക്കയിൽ എട്ടട്ടെ എന്ന് പറഞ്ഞ പറഞ്ഞതിന്റെ മുമ്പ് അമേരിക്കയിലെത്തും. ഞാനിപ്പോ ഇന്ത്യയിൽ എട്ടട്ടെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുണ്ടാവും. ഞാനിപ്പോ സിംഗപ്പൂർ പോയി വരട്ടെ എന്ന് പറഞ്ഞാൽ പോയി വന്നിട്ടുണ്ടാവും. മോനെ എന്താ മോനെ അതിന്റെ ഇടയിൽ കൂടെ കടല കച്ചവടം നടക്കുന്നുണ്ടോ? പണ്ടൊരാൾ പറഞ്ഞ പോലെ ഓണത്തിന്റെ ഇടയിൽ വേണം പുട്ട് കച്ചവടം. നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ഒരു വാക്ക് ഞാൻ പറഞ്ഞല്ലോ, തലബുൽ കുല്ലി ഫൗത്തുൽ കുല്ലി. നെല്ലിക്കുത്ത് ഉസ്താദ് എപ്പോഴും പറയണ്ട, മുസ്ലിം സഭക്കെടുക്കുമ്പോ പറയും തലബുൽ കുല്ലി ഫൗത്തുൽ കുല്ലി എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് എല്ലാം കൂടി നടക്കണം എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കില്ല, ഒന്നുമില്ലാതെ പോകും. കൊണ്ട് ഒന്ന് നടക്കുക, ഒന്നിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ, ഒന്നിൽ കോൺഫിഡൻസ് കൊടുക്കുക കേട്ടോ. ഇതിന്റെ ഇടയിൽ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ വാദിന്റെ ഇടയിൽ നമ്മുടെ ദർസിൽ പുറത്തിറക്കിയ നസീഹ എന്ന് പറയുന്ന സപ്ലിമെന്റ്, നമ്മുടെ ദർസിന്റെ ചരിത്രം, പൂർവിക ദർസിന്റെ ചരിത്രം, ബഹുമാനപ്പെട്ട മർക്കസിന്റെ ചരിത്രം, എ പി ഉസ്താദിന്റെ ചരിത്രം, ദർസുമായി ബന്ധപ്പെട്ട ഒരുപാട് മഅ്ലൂമാത്തുകൾ, അറിവിന്റെ വിജ്ഞാന കേന്ദ്രങ്ങൾ കോർത്തിണക്കിയ ഒരു സൊവനീർ അതിന്റെ കുട്ടികൾ ഇതിന്റെ ഇടയിൽ കൂടെ വഅലിന് ദോഷം വരുത്താത്ത നിലക്ക് കൊണ്ടുവന്ന് തരും ഇൻഷാ അല്ലാഹ്. അങ്ങനെ തന്നെ കൊടുക്കണമെന്ന് ഷർത്ത് വെച്ചിട്ടാണ് കുട്ടികളോട് ഞാൻ പറയുന്നത്. അതങ്ങനെ കൊണ്ടുവന്ന് തരുമ്പോ വഅലിന് ദോഷം വരുത്താത്ത നിലക്ക് നിങ്ങളത് വാങ്ങിച്ച് സഹകരിച്ചു കൊടുക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ ആവശ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സദസ്സിലിരിക്കുന്ന ഈ വ്യക്തി സുലൈമാൻ നബിയോട് പറഞ്ഞു, നിങ്ങളൊന്ന് കണ്ണ് ചിമ്മി മെഴിക്കൂ, ഇപ്പൊ തരാ ബിൽഖീസിന്റെ സിംഹാസനം. സുലൈമാൻ നബി അലൈഹിസ്സലാം കണ്ണങ്ങ് ചിമ്മി. ആ വ്യക്തി ഒരൊറ്റ പ്രാർത്ഥനയാണ്, പെട്ടെന്നതാ ബിൽഖീസിന്റെ സിംഹാസനം ഇലാ ഹളറത്തിൻ നബി സുലൈമാൻ. കണ്ണുമിടിച്ചു നോക്കുമ്പോ ബിൽഖീസിന്റെ സിംഹാസനം സുലൈമാൻ നബിയുടെ മുമ്പിലെത്തി. അദ്ദേഹത്തിന്റെ പേരെന്താണെന്നറിയോ? ആസിഫ് ഇബ്നു ബിർഖിയ റളിയല്ലാഹു അൻഹു. ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിന് ഈ കറാമത്ത് കിട്ടാനുള്ള കാരണം എന്താണ്? ഖുർആൻ പറയുന്നു, അല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്. അദ്ദേഹത്തിന് അല്ലാഹു തആല ഇൽമു കൊടുത്ത പണ്ഡിതനാണ്. ഇൽമു നൽകപ്പെട്ട പണ്ഡിതന്റെ പവർ ശൈത്താനിനില്ല മോനെ, ഇഫ്രീത്തിനില്ല മോനെ. ജിന്നുകൾ തോൽക്കുന്നിടത്ത്, ശൈത്താൻ തോൽക്കുന്നിടത്ത്, പിശാചുക്കൾ തോറ്റെടുത്തു ആലിമീങ്ങൾ ജയിക്കുകയാണ്, ഇൽമു ജയിക്കുകയാണ്. അതുകൊണ്ട് ഫഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖാ
വനൂറുല്ലാഹി ലാ യുഅ്താലി ഹസീ. ബറക്കത്തിന് വേണ്ടി ഒരൊറ്റ സംഭവം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സുദീർഘമായ വാത് പറയണമെന്ന് പറയുന്ന ആളാണ് ഞാൻ, അത് ആഗ്രഹമുള്ള ആളുമാണ്. കാരണം ഈ കാലഘട്ടം നേരത്തെ ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞല്ലോ, ഇസ്ലാമിനെ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ യാഥാർത്ഥ്യത്തിന്റെ മുഖങ്ങള് സാധാരണക്കാരിലേക്കും അല്ലാത്തവരിലേക്കും തുറന്ന് മനസ്സിലാക്കി കൊടുക്കൽ ആലിമീങ്ങളുടെ, വിവരമുള്ളവരുടെ, പാണ്ഡിത്യമുള്ളവരുടെ, പണ്ഡിതന്മാരുടെ, പ്രാസംഗികന്മാരുടെ, ദീനിന്റെ ഖാദിമീങ്ങളുടെ ബാധ്യതയാണ്. ഇൽമ് കിട്ടാൻ ഒരുപാട് കാര്യം വേണം. ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് ഗൗസുൽ ആദം അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീദ് തങ്ങൾക്ക് ഒരു കാലഘട്ടത്തിൽ വഅദ് പറയാനുള്ള കഴിവില്ലായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഉസ്താദ് ഒരിക്കൽ മർക്കസില് ബുഖാരി സബക്ക് നടത്തുന്ന സമയത്ത് ഇതുപോലെ ഇപ്പൊ ഇരുന്നിട്ടാലോ പ്രസംഗിച്ചത്, തീരെ വയ്യാനിട്ടാ, അല്ലെങ്കിൽ നിന്നിട്ട് തന്നെ ഉസ്താദ് പ്രസംഗിക്കല്. ബുഖാരിയിലെ സബക്കിന്റെ ഇടയിൽ ഉസ്താദ് ഒരു ദിവസം, ഞങ്ങൾ പ്രാസംഗികന്മാർ അന്ന് 4-5 ആള് മർക്കസിലുണ്ട്, സ്ഥിരം പ്രസംഗിക്കാൻ പോണവര്, ഒരു ദിവസം പറഞ്ഞു, പ്രസംഗം എന്നുള്ളത് അല്ലാഹു തആല തരുന്ന ഒരു വലിയ പവറാണ്, അത് നിങ്ങൾ നിസ്സാരമായി കണക്കാക്കരുത്. ഉസ്താദെന്ന് പറയുമ്പോ എനിക്കൊക്കെ അന്ന് 24 വയസ്സേ ഉള്ളൂ. 24ന്റെ ആ തിളപ്പ്, ചോരത്തിളപ്പില് ആ പറഞ്ഞതിന്റെ അർത്ഥമൊന്നും മനസ്സിലാവില്ല. ഒരു മനുഷ്യന് പക്വത വരണമെങ്കിൽ 40 വയസ്സാവണം. അതാണ് ഹബീബിന വ സയ്യിദുന റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത്, പ്രവാചകത്വം അല്ലാഹു തആല കൊടുക്കുന്നത് 40ാമത്തെ വയസ്സിലാണ്. 40ന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. 40 മുസ്ലിമീങ്ങൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ അവിടെ ഒരു വലിയന്റെ പവറുണ്ട്, അല്ലെങ്കിൽ അതിലൊരു വലിയുണ്ട്. 40 മുസ്ലിമീങ്ങളുടെ ഒരു മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചാൽ അയാളുടെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഷഫീഉന മുഹമ്മദ് മുസ്തഫ. ഒരു നാട്ടിലെ ഷാഫി മദ്ഹബ് പ്രകാരം, മുഅത്തമദായ പ്രകാരം ജുമഅ നിലനിർത്താൻ 40 മുഖീമീങ്ങളായി, മുത്തവസ്സിങ്ങളായ ആ നാട്ടുകാരായ മുസ്ലിമീങ്ങൾ താമസിക്കുന്നവരുണ്ടാവണം. അതുകൊണ്ടാണ് നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ, സമസ്ത കേരള സുന്നി ജമിയത്തുൽ ഉലമയുടെ മുശാവറ അംഗവും 40 ആക്കിയത്. എല്ലാം 40. 40-ലൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അപ്പോ 40-ലൊരു പ്രത്യേകത ഉണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു 40ാമത്തെ വയസ്സിലാണ് വഹ്യ് കൊടുത്തത്. പ്രവാചകത്വം കടന്നു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40ാമത്തെ വയസ്സിലാണ്. അപ്പൊ ഒരു പക്വത എല്ലാത്തിനും കൈവരിക്കണം. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന് വഅദ് പറയാനുള്ള കഴിവില്ലായിരുന്നു ആദ്യ കാലഘട്ടം. അദ്ദേഹം ഖുതുബാണ്, ഖുതുബുൽ അഖ്താബാണ്, ഗൗസാണ്, ഗൗസുൽ ആദമാണ്. ഇതൊക്കെ എന്താ മോനെ മുടക്ക്? നമ്മളിപ്പോ ഒരു ഡോക്ടറുടെ പേര് ഇവിടെ എഴുതിയേക്കും എഴുതും, MBBS, MD, DTCT, MRCP, ബ്രാക്കറ്റിൽ എഴുതും UK. വാട്ട് ഈസ് ദ മീനിങ് UK? യുണൈറ്റഡ് കിങ്ഡം എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ നിന്ന് കിട്ടിയ ഡിഗ്രിയാണ് MRCP. അതാണ് യുണൈറ്റഡ് കിങ്ഡം. അതറിയിക്കാനാണ് ബ്രാക്കറ്റിൽ UK എന്ന് എഴുതി വെക്കണം. അപ്പൊ ഒരാള് ആദ്യം എൻട്രൻസ് എഴുതി MBBS പഠിച്ച് അവന് പിന്നെ MD ആയി, അവന് പിന്നെ MRCP ആയി, അവന് പിന്നെ അങ്ങോട്ട് മേപ്പെട്ട് പോയാലാണ് അവൻ വലിയ ഒരു ഡോക്ടറായി പോകുന്നത്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീദ് തങ്ങള് വിലായത്തിന്റെ ദർജയിൽ ഇത്ര വലിയ ദർജയിലെത്തുമ്പോ അദ്ദേഹം വലിയ ഖുതുബ്, ഖുതുബുൽ അഖ്താബ്, ഗൗസ്, ഗൗസുൽ ആദം, ഇങ്ങനെ വലിയ ദർജയിലെത്തിയ മഹാനാണ്. വഅദ് പറയാനുള്ള കഴിവ് അല്ലാഹു തആല ആദ്യ കാലഘട്ടത്തിൽ കൊടുത്തിരുന്നില്ല. അപ്പൊ അവിടുന്ന് ദുആ ചെയ്ത്, പടച്ചവനെ എനിക്ക് വഅദ് പറയാനുള്ള കഴിവ് തരണേ അല്ലാ. അന്ന് രാത്രി അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ ആരെയാണ് ദർശിക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ ദർശിച്ച അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഹദറത്തിലേക്ക് വരുന്നതാരാണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം കടന്നു വരികയാണ്. രണ്ടാമത് കടന്നു വരുന്നത് അബൂബക്കറുൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. മൂന്നാമത് കടന്നു വരുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. അതാണ് ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു മുഹയ്യിദ്ദീൻ മാലിയിൽ പറഞ്ഞത്, വേദം ഈലകി പാറവാൻ മാടിച്ചാരെ വേദാംബാവറുവായിൽ തുപ്പി കൊടുത്തോവർ
മുഹയ്യിദ്ദീൻ മാല ചെല്ലുമ്പോ നമ്മൾ പറയുന്ന ഒരു പരാമർശമാണ്, വേദം ഇളകി പറവാൻ മടിച്ച വേദാംബവർ വായിൽ തുപ്പിക്കൊടുത്തോവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, മോനെ അബ്ദുൽ ഖാദിർ, നിനക്ക് ഇൽമ കുറവുണ്ടോ? അത് പറയാനുള്ള നാക്കിന് വലിയ ശക്തി കുറവുണ്ടോ? അതുകൊണ്ട് നിന്റെ വാ തുറക്ക് എന്ന് പറയുകയാണ്. അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ വാ തുറക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ വായിലുള്ള ബർക്കത്തുള്ള തുപ്പ് നീരെടുത്ത് 7 വട്ടം അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ വായിൽ പുരട്ടിക്കൊടുക്കുകയാണ്. പുറകിൽ വന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് വാ തുറക്കാൻ പറയുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ വായിലുള്ള ബർക്കത്തുള്ള തുപ്പ് നീരെടുത്തിട്ട് അതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വായിൽ 6 വട്ടം തേച്ചു കൊടുക്കുന്നു. അതിന്റെ പുറകിൽ നിൽക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് വാ തുറക്കാൻ പറയുന്നു, 5 വട്ടം തേച്ചു കൊടുക്കുന്നു. അപ്പോ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ചോദിക്കുകയാണ്, അല്ലയോ സിദ്ദീഖ് തങ്ങളെ, അല്ലയോ ഖത്താബ് തങ്ങളെ, റസൂലുള്ള 7 ആക്കിയപ്പോ നിങ്ങൾ എന്തേ 6 ആക്കിയത്? സിദ്ദീഖ് 6 ആക്കിയപ്പോ നിങ്ങൾ എന്തേ 5 ആക്കിയത്? വസാഹിബക ഫലാ അൻസാഹുമാ അബറാ മിന്നി സലാമു അലൈക്കും മാ ജറൽ ഖലമു. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയാണ്, മോനെ, അല്ലാഹുവിന്റെ റസൂലിനെ മുൻകടക്കാനുള്ള സൗകര്യം ഒരാൾക്കില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂല് 7 വട്ടം തേച്ചപ്പോ ബർക്കത്തിന് വേണ്ടി ഞാൻ ബഹുമാനം കൊണ്ട് ഒന്ന് ചുരുക്കിയിട്ട് 6 ആക്കിയതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹിനെയും എന്റെ നേതാവായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും മുൻകടക്കാനുള്ള അധികാരം എനിക്കില്ലല്ലോ, അതുകൊണ്ട് ഞാനത് 5 ആക്കിയതാണ്. അതേ അല്ലാഹുവിന്റെ റസൂല് 7 ആക്കിയപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് 5 ആക്കി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 6 ആക്കി. അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറയാണ്, പിന്നീട് എനിക്ക് വയത് പറയുന്ന സദസ്സിൽ ഒരു കൊഞ്ഞിലോ ഒരു വിക്കലോ ഒരു വിഷമോ ഇല്ല. 40 വയത് പറഞ്ഞവർ നന്നായി 90 കാലം ഇരുന്നോവർ. വയത് പറയൽ നിസ്സാര കാര്യമല്ല. ഇനി ഇൽമ് കിട്ടാൻ അത് ഉസ്താദുമാരുടെ ഖിദ്മത്ത് അനിവാര്യമാണ്, ഉസ്താദുമാരുടെ ബർക്കത്ത് അനിവാര്യമാണ്, മാതാപിതാക്കളുടെ പൊരുത്തം അനിവാര്യമാണ്. നമ്മുടെ മുത്താലിമീങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് മതബൗദ്ധിക വിദ്യാഭ്യാസ സമന്വയത്തിന്റെ കാലഘട്ടം നല്ല തന്നെയാണ്. മൗലിയർ ഇംഗ്ലീഷും പറയണം, മൗലിയർ കർണാടകയും പഠിക്കണം, മൗലിയർ തെലുങ്കും പഠിക്കണം, മൗലിയരിങ് എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ അതൊക്കെ പഠിക്കണം. അതൊക്കെ ഇസ്ലാമിലുണ്ട്. നമ്മളെ ഇവിടെ ചോദിച്ചു തന്നെ കുട്ടിയോട് എന്താ അതിന് ചോദിച്ചു. ലുഖ്മാൻ സക്കാഫിയൊക്കെ ഞങ്ങള് മർക്കസിലുള്ള സമയത്ത് അദ്ദേഹം അവിടെ ചെന്ന് അന്ന് ജമ്മുൽ 2ാം ഭാഗം, ജമ്മുൽ ജവാമി 2ാം ഭാഗം ഞങ്ങളുടെ ക്ലാസ്സിൽ ലുഖ്മാൻ സക്കാഫിയാണ് ഞങ്ങൾ ഒരു ഉസ്താദ് ഓതിന് അതേ ലെവലിൽ ഇരുന്നിട്ട് ആ ഉസ്താദിന്റെ ആ എല്ലാ ആക്ഷനും കാണിച്ചിട്ട് ഇങ്ങനെ ഒത്തരും. അത് നല്ലതാണ്. അപ്പൊ ഉസ്താദ് നമ്മുടെ ജമ്മെന്തിനാ പഠിക്കുന്നത്? ഉസൂൽ ഫിഖ്ഹാണ്. ജമ്മുൽ ജവാമി ശരിക്ക് പഠിച്ച ഒരാളുടെ മുമ്പില് പിന്നെ അയാൾക്ക് ഒരു കിതാബ് നോക്കേണ്ട ആവശ്യമില്ല. അയാൾ പറഞ്ഞ അടിസ്ഥാനമായി വരും. ഏത് കിതാബും എ പി ഉസ്താദ് ചിലപ്പോൾ ദർസ് നടത്തുമ്പോൾ പറയും, നിങ്ങൾ കിതാബ് നോക്ക്, ഞാൻ ആ പറഞ്ഞത് ഏതെങ്കിലും കിതാബിൽ എവിടെയെങ്കിലുമൊക്കെ കാണും. എവിടെ നോക്കിയാലും ഉസ്താദ് പറഞ്ഞ ആ പൊതുവായ ആ നിയമത്തിന്റെ അപ്പുറത്തേക്ക് ഒരു കിതാബിന്റെ ഇബാറത്തും വരില്ല. അതേപോലെ നമ്മുടെ പള്ളി ദർസിൽ പഠിക്കുന്ന ഒരു കിതാബാണ് ശർഹു തഹ്ദീബ്. എന്താണ്? മന്തിക്ക് മആനി 2 എണ്ണം ഉണ്ട്. ഞാനിത് കുല്ലു ഇൻസാനു ഹൈവാനും, എല്ലാ മനുഷ്യന്മാരും ജീവനുള്ളതാണ്, എല്ലാ ജീവനുള്ളതും മനുഷ്യന്മാരല്ല എന്ന് പറഞ്ഞിട്ട് പള്ളിയുടെ മുകളിലിരുന്ന് കുറെ ഇങ്ങനെ ഓതുമ്പോ ഇതെന്തിനാ പഠിച്ചോനത്? ഉസ്താദ് പറഞ്ഞ് നമ്മൾ പഠിച്ചു. ഇപ്പോഴും കോടതിയിൽ ചെന്നിട്ട് ജഡ്ജി ആയപ്പോഴാണ് ഇതിന്റെ സൂക്കടി നമുക്ക് മനസ്സിലായത്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ തർക്കശാസ്ത്രം ഇന്ത്യൻ തർക്കശാസ്ത്രമല്ല, ഗ്രീക്ക് തർക്കശാസ്ത്രമാണ്. അതാണ് ശർഹു തഹ്ദീബ്. അതാണ് നമ്മുടെ പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന തർക്കശാസ്ത്രം. ഒരു ഉസ്താദിനോട് തർക്കിച്ച ആരാത്ത? ലാംഗ്വേജിന്റെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ.
ബഹുമാനപ്പെട്ട മഹാനായിരിക്കുന്ന മർഹൂം ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ശംസുല്ലമ അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. ആമീൻ. നമുക്ക് പാർശ്വാലിറ്റിയും വിഭാഗീയതയൊന്നും ഈ വിഷയത്തിലില്ല കേട്ടോ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആലിമീങ്ങളൊക്കെ ഒറ്റക്കെട്ടായി കാണുന്ന പഠിപ്പിക്കുന്ന എ പി ഉസ്താദ്. ഒരിക്കൽ ഞാൻ മർക്കസിൽ പഠിക്കുമ്പോൾ എ പി ഉസ്താദും ഞാനും തൃശ്ശൂരിലൊരു പരിപാടിക്ക് പോകുമ്പോൾ എന്നെയും കൂട്ടി. അങ്ങോട്ട് പോകല്ല, നീ കയറി കയറും. അന്നിങ്ങനെ BMW മർസിഡീസ് ഒന്നും ഇല്ല, നിങ്ങൾ വിചാരിക്കണ്ട. KRZ 23, 22 തള്ളിയ ഷാട്ടാവാത്ത് 58 കാരണം ഉസ്താദിന്. ഞാനന്ന് ഇതിന്റെ 4 ഇരട്ടി തടിയുള്ളത് കൊണ്ട് തള്ള എന്നെ വിളിക്കുക. കാരണം രണ്ടാള് തള്ളുന്ന തള്ളി ഞാൻ തള്ളി അങ്ങോട്ട് പോകുമല്ലോ. അതുകൊണ്ട് ഇത് ഷാട്ടാവില്ല. ആ കാറിന്റെ വരുന്നതിന്റെ മുമ്പേ ഞങ്ങളോട് പറഞ്ഞു, ഇതിപ്പോ ഉണ്ടായതാണ്. ഇതിന്റെ മുമ്പ് ഞാൻ പെട്രോൾ വണ്ടിയിലും അതുപോലെ ടാങ്കർ ലോറിയിലും ഒക്കെ കയറിയിട്ട് വായു കഴിഞ്ഞ് പെരുന്തമണ്ണ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് നേരം പൊക്കോളം ആ പൊതുവിന്റെ കടിയും കണ്ടിട്ട് അവിടെ നിന്ന് ഏതെങ്കിലും ബസ്സിൽ കയറിയിട്ടാണ് ഞാനൊക്കെ വായു പറഞ്ഞു വന്നതെന്ന് ആ ത്യാഗപരമായ ചരിത്രങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോഴത്തെ ന്യൂ ജനറേഷനോട് പറയേണ്ട ആവശ്യമില്ല, അതിന്റെ കാര്യമില്ല. അതിനൊക്കെ അർഹമായ പ്രതിഫലം അള്ളാഹു അനുഭവിച്ചവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. ഉസ്താദുമാരുടെ ഗുരുത്വവും പൊരുത്തവും വാങ്ങുക, അത് ഇൽമിന്റെ ഒരു പ്രധാന ഘടകമാണ്. ഞാൻ പറഞ്ഞത്, ഈ ശറൗത്താദി ബോധുന്ന ഒരാളെ പരാജയപ്പെടുത്താൻ പറ്റില്ല. ശംസുല്ലമ ഇ.കെ. ഉസ്താദിന്റെ പേരിൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഒരു കേസെടുത്തു. എന്താ കേസ്? അദ്ദേഹം ഒരു സ്ഥലത്ത് പോയി പ്രസംഗിച്ചു, വഹാബികളും മൗദൂദികളും മുസ്ലിമല്ല. അവർ ഞങ്ങൾ 1000 വട്ടം മുസ്ലിമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെയും എ.പി. അബൂബക്കർ മുസ്ലിയാരെയും കൂറ്റനാട് കെ.വി. മുഹമ്മദ് മുസ്ലിയാരെയും കൊല്ലൽ വാജിബാണെന്ന് മുജാഹിദിന്റെ പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. പണ്ട് കാലത്ത് നമ്മൾ അതൊന്നും കൊല്ലണമെന്നും കോക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അവര് മുസ്ലിമല്ല എന്ന് ഇ.കെ. ഉസ്താദ് പ്രസംഗിച്ചു. പ്രകോപനപരമായ പ്രസംഗം ചെയ്യൽ ഇപ്പൊ കണ്ടില്ലേ, കോഴിക്കോട് DCC പ്രസിഡന്റിന്റെ പേരിൽ ഒരു കേസെടുത്തത്. അത് അന്നും ആ നിയമം, ഇന്നും ഈ നിയമമുണ്ട്. പ്രകോപനപരമായി പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കേസെടുത്ത് മജിസ്ട്രേറ്റ് കോടതി കൊടുത്തു. ക്രിമിനൽ കേസാ, ജാമ്യം കിട്ടില്ല. ഇ.കെ. ഉസ്താദിന് വാറണ്ട് വന്നു, കോടതിയിലാക്കാം. അപ്പൊ നമുക്ക് ഇതിപ്പോ ഒരു സുവർണരേഖാന്നാ തോന്നുന്നത്. കാരണം എ.പി. ഉസ്താദ് പോയി ഇപ്പൊ തന്നെ നമ്മളെ ബഹുമാനപ്പെട്ട സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങൾ മജ്ലിസിൽ എത്തും എന്ന് അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരാൾ പോകണ്ട മോനെ, ദുആക്ക് ഇജാബത്ത് കിട്ടണം. കാരണം മഴയില്ലാതെ ജനങ്ങൾ വെള്ളം മുട്ടിപ്പിടിക്കുകയാണ്. 40 കൊല്ലത്തിന്റെ ഇടയിൽ ഇത്രയും വലിയ ഒരു രൂക്ഷമായ ജലക്ഷാമം നമ്മുടെ കേരളം കണ്ടിട്ടില്ല എന്ന് കാലാവസ്ഥ നിരീക്ഷകർ തന്നെ എഴുതിയിരിക്കുകയാണ്. പക്ഷെ എങ്ങനെയൊക്കെ ആയിട്ടും ഒരു സ്ഥലത്തും ഞാൻ കണ്ടിട്ടില്ല മഴയ്ക്ക് വേണ്ടി ഒരു നിസ്കാരം നടത്തിയത്. കേട്ടിട്ടുണ്ടോ നിങ്ങള്? പണ്ടിത്തരന്നെയാണ് നിസ്കരിക്കും. എന്റെയൊക്കെ കുട്ടിക്കാലത്ത്, എനിക്ക് പാകാ 48-50 വയസ്സായിട്ടേ ഉള്ളൂ. എന്റെ കുട്ടിക്കാലത്ത് ഒരു 4 ദിവസം മഴ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ വാപ്പാരെന്താ ചെയ്യുക, കഞ്ഞിയും ചക്കക്കൂട്ടാനും വെച്ച് കൊടുക്കലൊക്കെ, മഴ പെയ്യട്ടെ മക്കളെ തിന്നോളി കുടിച്ചോളി. ഇപ്പൊ വേണമെങ്കിൽ ഇതാ നിന്നാലും വേണ്ടില്ല, കഞ്ഞിയുടെ കായ് പോയി, അത് കൊടുത്താ പോയിട്ട് പോക്കറ്റിലിട്ട് നടക്കുക. അതുകൊണ്ട് അല്ലാഹു അവന്റെ പരീക്ഷണം നമ്മളെ എങ്ങനെ പരീക്ഷിക്കാം. 41 ഡിഗ്രി സെന്റിഗ്രേഡിൽ പാലക്കാട് ജില്ല കടന്നൊരുങ്ങുകയാണ്. 39 ഡിഗ്രി സെന്റിഗ്രേഡിൽ നമ്മുടെ രാജ്യം ഒരുങ്ങുകയാണ്. ഇരിക്കട്ടെ, ഖലീൽ തങ്ങൾ ഈ മജ്ലിസിലേക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കൊരു ദുആയുണ്ടാകും, ഒരു ഉപദേശമുണ്ടാകും. ആ ദുആയിൽ കൂടി പങ്കെടുത്തിട്ടേ നിങ്ങൾ പോകാനും നമ്മൾക്കൊക്കെ പിരിഞ്ഞു പോകാൻ പാടുള്ളൂ. അത് എല്ലാവർക്കും, ഇപ്പൊ ലോക മുസ്ലിങ്ങൾക്കൊക്കെ പ്രത്യേകം തുറക്കണം, മഴക്കേണ്ടി തുറക്കണം. ഇവിടെ നമ്മൾ ഇന്നിവിടെ വന്നപ്പോ എന്നെ ഭക്ഷണം കഴിക്കാൻ എ.പി. ഉസ്താദിനും ഞങ്ങൾക്കും, അത് മാത്രമല്ല 360 ആൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുക ഒരു സുഹൃത്ത്. അദ്ദേഹം ഗൾഫിൽ നിന്ന് ഈ പരിപാടിക്ക് വേണ്ടി ജിദ്ദയിൽ നിന്ന് ഇന്നലെ ഇവിടെ വന്ന് ലാൻഡ് ചെയ്തു. ഉസ്താദുമാർക്ക് ഭക്ഷണം കൂടാൻ. സുബ്ഹാനല്ലാഹ്, ഗൾഫിന്റെ അവസ്ഥ ഇപ്പൊ എന്താ നിങ്ങൾ അറിയണം. ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ വില $20. ചിന്തിക്കണം. 2007 $172 വിറ്റ ക്രൂഡ് ഓയില് ഇപ്പൊ അറബികൾ $20 വെക്കുന്നത്. 2 കൊല്ലം ഈ നിലയ്ക്ക് കച്ചവടം നടത്തിയാൽ ഗൾഫ് അടച്ചുപൂട്ടും. അല്ലാഹു തആല അവന്റെ ബറക്കത്തിന്റെ ഉറവ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ ബറക്കത്ത് കൊണ്ട് പൊട്ടിവരിച്ച ഉറവ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയുടെ ബറക്കത്ത് കൊണ്ട് ബറക്കത്തുമായ മദീനയും മക്കയും മറ്റ് അറേബ്യൻ നാടുകളിലും
അള്ളാഹുവേ ആ പെട്രോളിയത്തിന്റെ ഉറവിടം വർദ്ധിപ്പിക്കുകയും അതിന്റെ വില പിടിച്ചു നിർത്തുകയും ചെയ്യണേ അല്ലാ. അല്ലെങ്കിൽ ഈ സമുദായത്തിന് അപകടമാണ്. മർക്കസിൽ പറഞ്ഞില്ലേ, സമാനമായ സ്ഥാപനങ്ങളിൽ 1,00,000 കുട്ടികളാ പഠിക്കുന്നത്. മർക്കസിൽ മാത്രം 30,000 കുട്ടികളാ പഠിക്കുന്നത്. ഈ ദർസിൽ 100 ചില്ലാനം കുട്ടികളാ പഠിക്കുന്നത്. ഇതുപോലെ മറ്റ് ദർസുകളിൽ 100, 200, 300 സ്ഥാപനങ്ങളിൽ 500, 2000, 3000 ഒക്കെ പഠിക്കുന്നു. ഇതൊക്കെ എവിടുന്നായി പണം? ഈ ഗൾഫിലെ പാവപ്പെട്ട ചോര നീരാക്കി കൊണ്ടിരുന്ന പാവപ്പെട്ട സാധുക്കളുടെ പണം നമ്മുടെ നല്ല പള്ളിക്കും മദ്രസക്കും യത്തീങ്ങാനക്കും മൊയ്ലിയർക്കും മുക്രിക്കാക്കും ഒക്കെ കിട്ടുന്നത് നമ്മുടെ മൊയ്ലിയർക്കും ഞങ്ങൾക്കും മാത്രമല്ല, ഈ നാട്ടിലെ ഗവൺമെന്റിന്റെ വരുമാനം പോലും നിശ്ചയിക്കുന്നത് 27,000 കോടി രൂപയാണ് ഒരു വർഷം NRI വരുമാനം കേരള സർക്കാരിന് കിട്ടുന്നത്. 27,000 കോടി നിന്നുപോയാൽ വാടിക്കേണ്ടി വരും. നമ്മളെ ബംഗാളിക്ക് ഒരു ദിവസം നമ്മൾ 1,500 രൂപ കൂലി കൊടുക്കുന്നത്. പത്രത്തിൽ വായിച്ചില്ലേ, 17,000 രൂപയാണ് വിദേശ തൊഴിലാളികൾ ഇന്ത്യയിൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അവർക്ക് ഇവിടെ ഗൾഫാ. ബിസിയും വേണ്ട, ടിക്കറ്റും വേണ്ട, ഹിമാറും ഹിഞ്ചീറും വിളിയും കേൾക്കണം. നിങ്ങളൊരു ബംഗാളിനെ പോയിട്ട് ഹിമാർ എന്ന് വിളിച്ചു നോക്കാം, പേരടി വിളിക്കവൻ. അറബി അവിടെ ചെന്ന് ആദ്യം വിളിക്കുക അസ്സലാമലൈക്കും റൂഹിലെ ഹിമാർ എന്നാണ് അപ്പുറത്തേക്ക് പോകാനാ പറയുന്നത്. ആ പറയുന്നത് കേട്ടിട്ട് അവിടെ നിന്ന് 500 രൂപയ്ക്ക് 500 ദിർഹംസിന് നമ്മളെ ഭാഗങ്ങൾ എത്രയോ പണിയെടുക്കുകയാണ് ഉണ്ട് അങ്ങനത്തെ കാലഘട്ടങ്ങള്. എന്നാലും അള്ളാഹു ആ ഉറവ $20 നിന്നാൽ കാലകം അപകടമാണ്. അമേരിക്കയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സൂത്രധാരൻ. ഞാൻ ആ വിഷയത്തിലേക്ക് കൊണ്ടുപോകുകയില്ല. അപ്പൊ ഗൾഫിന്റെ നിലനിൽപ്പിന്, അവിടെ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവാൻ, അവിടെ ജോലിയിൽ ബർക്കത്തുണ്ടാവാൻ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവാൻ, നമ്മുടെ നാട്ടിൽ ബർക്കത്ത്, അള്ളാഹുവിന്റെ റഹ്മത്തായ മഴ നമുക്ക് കിട്ടാൻ, എല്ലാം ഇവിടെ അലിമീങ്ങൾ വരട്ടെ, മുതഅല്ലിമീങ്ങൾ ഉണ്ടാവട്ടെ, സാദാത്യങ്ങൾ വരട്ടെ, വഅദുകൾ പറയട്ടെ, സ്വലാത്തുകൾ ചെല്ലട്ടെ. അതിനുശേഷം നമുക്ക് ദുആ ചെയ്യണം. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരികയാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരോട് ആ മജിസ്ട്രേറ്റ് ചോദിച്ചു, ആർ യു EK അബൂബക്കർ മുസ്ലിയാർ? യെസ് സാർ. EKക്ക് ഇംഗ്ലീഷ് അറിയാം. ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കുന്ന ആളായിരുന്നു EK ഉസ്താദ്. EK ഉസ്താദ് പറഞ്ഞു, യെസ് സാർ, ഐ ആം EK അബൂബക്കർ മുസ്ലിയാർ, ഇന്ത്യ ജനറൽ സെക്രട്ടറി ഓഫ് കേരള ജമിയത്തുൽ ഉലമ. യുവർ ഓണറബിൾ സാർ. അതെ, ഞാൻ EK അബൂബക്കർ മുസ്ലിയാരാണ്, സമസ്തയുടെ ജനറൽ സെക്രട്ടറിയാണ്. ബഹുമാനപ്പെട്ട കോടതിക്ക് എന്താ വേണ്ടത് ചോദിച്ചു. കോടതി പറഞ്ഞു, നിങ്ങൾ ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് പോയിട്ട് ഈ പറഞ്ഞ ആൾക്കാരൊന്നും മുസ്ലിമല്ല എന്ന് നിങ്ങളൊരു പ്രസംഗം നടത്തിയില്ലേ? കൈപ്പായിരുന്നാലും സത്യമെന്ന് പറയാവോ? ഖാല റസൂലുള്ളാഹ്. ആ പണ്ഡിതൻ പറഞ്ഞു, സത്യാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഉടനെ ഈ മജിസ്ട്രേറ്റ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് തെറ്റല്ലേ? മുസ്ലിം നിയമത്തിൽ പറഞ്ഞത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഒരാൾ പറഞ്ഞാൽ അവൻ മുസ്ലിമാണല്ലേ? അപ്പൊ ഈ ആൾക്കാർക്ക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്നവരല്ല നിങ്ങൾ ഈ പറയുന്ന മുജാഹിദും ജമാഅത്തും മറ്റ് സകല ഉല്ലാദി സാമ്പാറൊക്കെ. അപ്പൊ നിങ്ങൾ അവർ മുസ്ലിം അല്ല എന്ന് പറഞ്ഞത് ഇവിടെ ഡിസ്ക്വാളിഫിക്കേഷൻ ചെയ്തതല്ലേ? അവരെ നിങ്ങൾ മാനനഷ്ടത്തിന് നിങ്ങൾക്ക് അവർക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കാം. അതുകൊണ്ട് നിങ്ങൾ ഇരിക്കുകയാണ് അല്ലേ എന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട EK ഉസ്താദ് പറഞ്ഞു, യുവർ ഓണറബിൾ സർ, ഞാനൊരു കാര്യം പറഞ്ഞാൽ അങ്ങേക്ക് വിഷമാവുക ചോദിച്ചു. യു മേ പ്രൊസീഡ് മിസ്റ്റർ EK അബൂബക്കർ മുസ്ലിയാർ, നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. EK ഉസ്താദ് പറഞ്ഞു, അങ്ങയുടെ പേരെന്താ? യുവർ ഗുഡ് നെയിം പ്ലീസ് സാർ ടെൽ മീ. നിങ്ങളുടെ പേരെന്താ എന്നോട് പറയൂ. അവർ പറഞ്ഞു, എന്റെ പേര് മിസ്റ്റർ നാരായണൻ എന്നാണ്. സാർ, അങ്ങേ കസേരയിൽ ഇരുന്നിട്ട് 3 വട്ടം പറഞ്ഞു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന്. ആരും മുസ്ലിം? നിങ്ങൾ മുസ്ലിമാണോ? ആരാണ് പറഞ്ഞു, അങ്ങനെ പറയാൻ പറ്റുമോ? ഞാൻ മുസ്ലിം ഒന്നുമല്ല, ഞാൻ നിങ്ങൾ പറഞ്ഞാൽ അതന്നെ പറഞ്ഞത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വെറുതെ പറഞ്ഞവനൊന്നും മുസ്ലിമല്ല. ഞാനതാ പറഞ്ഞത്. മജിസ്ട്രേറ്റിന് കാര്യം മനസ്സിലായി. ഇയാളോട് കൂടുതൽ ഇന്ത്യൻ നിയമവും സിവിലും ക്രിമിനലും പറഞ്ഞിട്ടും കാര്യമില്ല. മജിസ്ട്രേറ്റ് പറഞ്ഞു, ആ ഫയൽ എവിടെ? ഫയൽ ചെലവടക്ക ഈ സാധനം തല്ലിപ്പോ മൊയ്ലിയേര് പോയിക്കോളി. ബഹുമാനപ്പെട്ട EK അബൂബക്കർ EK ഹസൻ മുസ്ലിയാരെ, കാസർഗോഡ് കാദിയായ EK ഹസൻ മുസ്ലിയാർ, അള്ളാഹു ദർജ ഉയർത്തി. ഹസൻ മുസ്ലിയാർ മരിച്ചപ്പോ റൂഹ് തൊണ്ടക്കുഴിയിൽ കിടക്കുന്ന സമയത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോ ഹസൻ മുസ്ലിയാർക്ക് ഒരു ലെറ്റർ കൊടുത്തയച്ചു. വെളിയംകോട്ട ഉമർ മൗലവി എന്ന് പറഞ്ഞൊരു മൗലവി. ആ ലെറ്ററിൽ എഴുതി, ഹസൻ മുസ്ലിയാർ അസ്ലിം തസ്ലം,
നിങ്ങൾ മുസ്ലിമായി കൊള്ളണം, അല്ലെങ്കിൽ നിങ്ങളുടെ കുറ്റവും നിങ്ങളോട് പിൻപറ്റിയവരുടെ കുറ്റവും നിങ്ങളുടെ തലമുകളില്ല. തൊണ്ടയിൽ ക്യാൻസർ പിടിച്ച് കിടക്കുന്ന ഹസൻ മുസ്ലിയാര് നമ്മളൊക്കെ ഒന്ന് പ്രസംഗിക്കാൻ പോകുമ്പോൾ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വെക്കാറുണ്ട്. അതില്ലെങ്കിൽ ആരും മുന്നോട്ട് പോവില്ല. കാരണം പിന്നെ നീച്ചേർക്കാൻ പറ്റാതെയാവും. അതുകൊണ്ട് നല്ല ഭക്ഷണമൊക്കെ തരണം, പോയ കുറച്ച് സൗകര്യം തരണം എന്നൊക്കെ ചിലയിടത്തൊക്കെ പറയാറുണ്ട്. അല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ട് ഉള്ള പറച്ചിലൊന്നും ഹെലികോപ്റ്റർ വേണം, വിമാനം വേണം എന്നൊന്നും പറയാറില്ല. ചിലതൊക്കെ മനുഷ്യരുടെ ജീവൻ നിലനിൽപ്പിന് വേണ്ടി ചിലതൊക്കെ പറയേണ്ടി വരും കേട്ടോ. അത് ഓപ്പണായിട്ട് അങ്ങ് പറഞ്ഞാളാ. അത് ഹറാമാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബേജാറൊന്നും ഉണ്ടാക്കണ്ട. അവ നമ്മുടെ ആലിമീങ്ങൾക്കൊക്കെ ആഫിയത്തും ആരോഗ്യവും ഹിമ്മത്തും ദീർഘായുസ്സൊക്കെ ആണെങ്കിൽ അവർക്ക് ഭക്ഷണവും അവർ സൗകര്യം ചിലപ്പോൾ കൊടുക്കണ്ടേ? നമുക്ക് ഉള്ളത് കൊടുക്കണം, ഇല്ലാത്ത ഉണ്ടാക്കി കൊടുക്കാൻ പറയണില്ലല്ലോ. അപ്പോ ബഹുമാനപ്പെട്ട EK ഹസൻ മുസ്ലിയാർ വാതിൽ വിളിച്ചാൽ പറയുന്ന ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, ഹസ്സന് കട്ടൻ ചായ മതി, ഹസ്സന് കട്ടൻ ചായ മതി. കട്ടൻ ചായ മാത്രമായിരുന്നു ഹസൻ മുസ്ലിയാരുടെ ഫേവറേറ്റ് ഭക്ഷണം. ആ ഹസൻ മുസ്ലിയാര് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി രാപ്പകൽ ഭേദമില്ലാതെ വാദപ്രതിവാദവും ഖണ്ഡന പ്രസംഗങ്ങളും ഇന്ന് കാണുന്ന സുന്നി സ്പിരിറ്റ് ഉണ്ടാക്കിയത് രണ്ട് മഹാന്മാരാണ് കേരളത്തില്. ഒന്ന് മഹാനായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, രണ്ട് മഹാനായിരിക്കുന്ന EK ഹസൻ മുസ്ലിയാർ. രണ്ടാളുടെയും ഖബറിന്റെ ദർജ അല്ലാഹു ഉയർത്തട്ടെ, ആമീൻ. പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരെ പറ്റി ന്യൂ ജനറേഷൻ കുട്ടികൾക്കറിയില്ല. തിരുത്തി എഴുതണം കുട്ടികളെ, തിരുത്തി എഴുതണം. പതികെട്ട ചരിത്രം പഠിക്കണം നിങ്ങള്. കൊല്ലം ജില്ലയില് മറവിട്ട് കിടക്കുന്ന പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഖബറിന് സിയാറത്ത് ചെയ്യണം. ഓച്ചിറപ്പള്ളിയിൽ പോകുമ്പോ കറുത്ത മുസ്ലിയാരുടെ ഖബറിന്റെ അപ്പുറത്ത് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഖബർ കാണാം. തിരുവനന്തപുരത്ത് ദിവസവും സിറ്റിങ്ങിന് പോകുമ്പോ മനഃപൂർവ്വം സുബഹിക്ക് കൂടുന്ന പള്ളിയാണ് ഓച്ചിറപ്പള്ളി. എന്തിന്? പതി ഉസ്താദിന്റെ ഖബറിന്റെ അവിടെ ചെന്നൊന്ന് സലാം പറയാൻ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടേയുള്ളൂ. പതി ഉസ്താദ് ഒരു മൊബൈൽ വായന നടത്തിയ പണ്ഡിതനായിരുന്നു. മൊബൈൽ വായതിന് വിളിക്കണ്ട, നോട്ടീസ് വേണ്ട, മൈക്ക് സെറ്റ് വേണ്ട. ആകെയുള്ള 5 സെന്റ് സ്ഥലം വിറ്റിട്ട് ഒരു മൈക്ക് സെറ്റ് ഒരു ജീപ്പും വാങ്ങി. എന്നിട്ടിങ്ങനെ വാഹന ജാഥ ഓരോ സ്ഥലത്തില്ല. അങ്ങോട്ട് വയത് തുടങ്ങി തന്നെ. എന്താ മൂപ്പര വയത്? മൊഹീദ്ദീന്റെ വയത് അല്ലേ? ഒരു മൊഹീദ്ദീമാലയിലാലും ആകെ കൺഫ്യൂഷനുള്ള ആളുകൾക്കെന്ന് അതാണ് വയത്. അങ്ങനെ വയനാട് ജില്ലയിലെ തരുവണക്കടുത്ത ഒരു സ്ഥലത്തേക്ക് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ജീപ്പ് വയനാട് ചുരങ്ങനെ കേറിച്ചപ്പോ അവിടെ ഒരു വഹാബി മൗലവി നിന്നിട്ട് ഉഗ്രം പൊട്ടിക്കലാണ്. മൊയ്തീൻ ഷേഖോ കള്ളം പറഞ്ഞിട്ട് കിടക്കാണ്. എവിടെ നോണയാണ് മൊയ്തീൻ മാലയിൽ മുഴുവൻ. എന്താ പറഞ്ഞത്? ആകാശത്തും മേലും ഭൂമിക്ക് താഴെയോ അവരെ നീളെ അത്തീരാവുള്ളവർ. മാല ചെല്ലാറില്ലേ? ആകാശത്തും മേലോ ഭൂമിക്ക് താഴെയോ അവരെ കോടി നീളെ അത്തീരാവുള്ളവർ. ആകാശത്തിന്റെ മുകളിൽ എവിടെ ചെന്നാലും ഭൂമി ലോകത്തിന്റെ കീഴിൽ എവിടെ ചെന്നാലും അവിടൊക്കെ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ കൊടിയുണ്ടാകുമെന്നാണ് വഹ്ജ ഉഞ്ഞത്ത് തുടങ്ങിയ കിതാബുകൾ മുതാലാത്ത് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു എഴുതിയുണ്ടാക്കിയ മുഹയ്യിദ്ദീൻ മാലയിൽ പറയുന്നത്. ഇതാണ് മുജാഹിദ് മൗലവി ഖണ്ഡിച്ചുകൊണ്ട് പറയാണ്, നാട്ടുകാരെ, ഞാനിവിടെ വാതിന് വന്നു, ഇവിടെ മൊയ്തീൻ കൊടിയുണ്ടോ? ഇവിടെ കോൺഗ്രസിന്റെ കൊടിയുണ്ട്, മാർക്സിന്റെ കൊടിയുണ്ട്, PKന്റെ കൊടിയുണ്ട്, SDP യുടെ കൊടിയുണ്ട്, RSSന്റെ കൊടിയുണ്ട്, BJPയുടെ കൊടിയുണ്ട്. ഇനി ഞാൻ വിട്ടുപോയ സകല കുലാതി സാമ്പാർ കഷ്ണം ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കാത്ത എല്ലാ സകല കുലാദികളുടെയും കൊടിയുണ്ട്. ഞാനതിൽ വിട്ടുപോയി എന്ന് പറഞ്ഞിട്ട് പ്രശ്നം വേണ്ടാതിൽ പറഞ്ഞതാണ്. ആ കൊടിണ്ട ഞാൻ മനസ്സിലാക്കിക്കൊള്ളണോ? RSSന്റെ കൊടി കണ്ടാ മനസ്സിലാക്കിക്കൊണ്ടവർ RSSകാരുണ്ട്, ലീഗിന്റെ കൊടി കണ്ടാ മനസ്സിലാക്കിക്കൊണ്ടവിടെ ലീഗുകാരുണ്ട്, കോൺഗ്രസിന്റെ കൊടി കണ്ടാ മനസ്സിലാക്കിക്കോണം അതിന്റെ പാർട്ടിയുണ്ട്, മാർക്സിസ്റ്റുകാരുടെ കൊടി കണ്ടാ മനസ്സിലാക്കിക്കോണം അതിന്റെ ആൾക്കാർ ഇവിടെ ഉണ്ട്. കൊടി അലാമത്താണ്, കക്ഷികൾ ഉണ്ട് എന്നതിന്റെ അലാമത്താണ്, അടയാളമാണ് കൊടി. അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മുരീദാണ്. ആകാശത്തിന്റെ മുകളിലും ഭൂമിക്ക് താഴെയും ഉണ്ട് എന്നാണ് മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ അർത്ഥം. ഇതിങ്ങനെ വായിക്കായി മദീനമാലയിൽ പറഞ്ഞിട്ട് ഇങ്ങനെ വായിച്ചിട്ട് ആളുകളെ വസ്വാസങ്ങളാ പതിയുടെ വണ്ടി അവിടെ എന്നാണ് തന്നു. അപ്പൊ മുജാഹിദ് മൗലവി നോക്കി ആരാ വന്നത്? പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ. പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞടാ മൗലവി, നീയിപ്പ എന്താ പറഞ്ഞത്? ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കൊടിനീളെ അത്തീര ഉള്ളവർ. ആകാശത്തിന്റെ മുകളിൽ എവിടെ ചെന്നിട്ട് മൊയ്തീൻ ഷെയ്ഖിന്റെ ഒടി കാണിച്ചു തരാൻ പറ്റുമോ? ഭൂമിയിൽ എവിടെയും പോയിട്ട് മൊയ്തീൻ ഷെയ്ഖിന്റെ ഒടി കാണിക്കാൻ പറ്റുമോ? കോൺഗ്രസിന്റെ, ലീഗിന്റെ, കമ്മ്യൂണിസ്റ്റിന്റെ, മാർക്സിന്റെ, RSSന്റെ, BJPന്റെ, സകലകുലാതി ഇടക്കുണ്ട്. പക്ഷെ മൊയ്തീൻ കൊടി കണ്ടൊരു കൊടിയുണ്ട് അവിടെ.
അത് നിങ്ങൾ പറഞ്ഞ് നോണയല്ലേ, ഇതിമല പച്ചക്കള്ളല്ലേ? ഇതാണ് മൗലവിയുടെ വാദം. ഖാദി അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവിടെ നിന്നിട്ട് ഓതി, അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ, നിങ്ങൾ എല്ലാവരും അള്ളാന്റെ കയർ മുറുകെ പിടിച്ചോളണം. വലാ തഫറഖൂ, നിങ്ങൾ ഛിന്ന ഭിന്നമായി പോകരുത്. ഖുർആൻ. പതി ഉസ്താദ് ചോദിച്ചു, എടോ നമ്മുടെ നാട്ടില് ചൂടിക്കയറ്, കമ്പക്കയറ്, മീൻ കയറ്, മീൻ ചൂടി, പല കയറുണ്ട്. മറ്റേ ആലപ്പുഴയിലെ കയറ്, കോഴിക്കോട്ടെ കയറ്, തൃശ്ശൂരിലെ കയറ്, കയറിന് പല പേരുണ്ട്. പക്ഷെ അള്ളാന്റെ കയറ് എവിടെ ഉണ്ട്? ഖുർആനിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ എല്ലാവരും അള്ളാന്റെ കയറ് പിടിക്കണമെന്ന്? കയറ് വേണ്ട, എന്നാലേ പിടിക്കാൻ പറ്റുള്ളൂ. എവിടെ കിട്ടും ചോദിച്ചു. മൗലവി കിടന്ന് വട്ടം കറങ്ങുമ്പോ പതി ഉസ്താദ് തമാശക്ക് പറഞ്ഞു, മൊയ്തീൻ ഷെയ്ഖിന്റെ കൊടി കിട്ടുന്ന ആ കടയുടെ തൊട്ടടുത്ത കടയിൽ അള്ളാടെ കയറും കിട്ടും പറഞ്ഞു. ചേകന്നൂരിനോട് പണ്ട് അസം മുസ്ലിയാർ പറഞ്ഞ പോലത്തെ ഒരു മറുപടിയാ. ഞാൻ പെരുമ്പടപ്പ് ഉത്തമ്പള്ളിയിൽ മുത്താലിമായി ഓതി പഠിക്കുമ്പോ ചേകന്നൂർ മൗലവിയായി നേരം വെളുക്കോളം വാദപ്രതിവാദ അസം മുസ്ലിയാർ. അവിടെ ചെന്നു, ഞങ്ങൾ കുട്ടികളാ, മീസാൻ അജ്നാസൊക്കെ ഓതുന്ന കാല. അവിടെ ചെന്ന് ഇരുന്നപ്പോ ചേകന്നൂർ ഒരു ചോദ്യം ചോദിച്ചു അസം മൗലിയാരോട്. അല്ല അസം മൗലിയാരെ, അപ്പൊ നമ്മള് തുമ്പിയ അൽഹംദുലില്ലാ, മറ്റോൻ ഇർഹമുക്കല്ലാ, അപ്പൊ നമ്മള് യഹ്ദീക്കുമുള്ള. ഇതൊരു മുസ്ലിം ചെയ്യേണ്ട പ്രാഥമിക മതിയാരെ. അസം മൗലിയരോട് ഈ ചേകനൂർ മൗലവി ചോദിക്കാൻ, ഒരുത്തെ ഇതുപോലത്തെ ഒരു സാധനം എടുത്തു, ഒരു കൊയ്ത്തോല്, എന്നിട്ട് മൂക്കിന്റെ ഉള്ളിൽ അൽഹംദുലില്ലാ ഇർഹമുക്കല്ലാ, ഇവ യഹ്ദീക്കുമുള്ള പറയുമ്പോഴേക്കും വീണ്ടും കയറ്റി മൂക്കില് അൽഹംദുലില്ലാ. ഇവൻ നീച്ചു പോകാൻ പറ്റുമോ ഇവിടുന്ന്? ഈ ചേകന്നൂർ മൗലവി ചോദിക്കയാള്, ഇങ്ങനെ ഈ മൊത്തം തുമ്പലിന് മൊത്തം ഇർഹമക്കല്ല പറഞ്ഞാ മതിയോ, അതോ ഓരോ തുമ്പലിനും ഇവനിങ്ങനെ ഇറമുക്കല്ല എഴുതിക്കുമത് ഇറമുക്കല്ല എഴുതിക്കുമത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണോ? കേട്ടപ്പോ ആൾക്കാർക്ക് തോന്നി ശരിയാട്ടോ, ഒരുത്തങ്ങനെ കൊയ്ത്തൂലി കെട്ടിട്ട് തുമ്പാൻ നിന്നാ നമ്മളിറങ്ങറിയില്ലേ, പോകാൻ പറ്റുമോ? അസം മുസ്ലിയാർ ഉസ്താദ് യുക്തിയും ഇൽമൊക്കെ വലിയ കാര്യമാണ് കേട്ടോ. അസം മുസ്ലിയാർ പറഞ്ഞടോ, അന്ന് ബാലസുദ്ധിയും അതുപോലെ തന്നെ വയറിളകാനുള്ള ഗുളികയൊന്നും ഇല്ലാത്ത കാല. അന്ന് വയറിന് വല്ല അസുഖം വന്നാൽ പഴയ കാലത്തെ നമ്മുടെ ഉപ്പമാരും വയറിളക്കാൻ കുടിക്കണ മരുന്നിന് പേരെന്താണെന്നറിയോ? സുന്നാമാക്കി. നിങ്ങളവിടെയൊക്കെ അങ്ങനെ പറയാം. ഇവിടെയും ആയുർവേദത്തിൽ കിട്ടുന്ന ഒരു പെട്ടി മരുന്നാണ് സുന്നാമാക്കി. കഷായം വെച്ച് കുടിക്കുക, ഒരു കൂട്ടുമരുന്നാണ് അത്. കഷായം വെച്ച് രാത്രി കിടക്കാൻ നേരത്ത് കുടിച്ചിട്ട് സുബൈക്ക് നീക്കുമ്പോഴേക്കും പോന്ന് പറഞ്ഞിട്ട് ഒക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ടാവും. പിന്നെ എൻഡോസ്കോപ്പിയും വേണ്ട, കൊളോണോസ്കോപ്പിയും വേണ്ട. 2 സ്കോപ്പി ഉണ്ട്. എൻഡോസ്കോപ്പി പറഞ്ഞാൽ വായന്റെ ഉള്ളിൽ കൂടെ ഒരു കുപ്പി ഇങ്ങോട്ട് ഇറക്കി വെക്കും. കൊളോണോസ്കോപ്പി പറഞ്ഞാൽ ബേക്കുന്ന ഒരു സാധനം അങ്ങോട്ട് വെക്കും. കുടലിന്റെ അകത്ത് കിടക്കുന്ന എന്ത് സാധനം അറിയാനുള്ള ആധുനിക ശാസ്ത്രത്തിന്റെ 2 മെത്തഡോളജിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ സാധനം കഴിച്ചാൽ സുന്നാമാക്കി കഷായം കുടിച്ചാൽ വയറിളകി പോവും. അസം മൗലിയാർ ചോദിച്ചു, ഒരുത്തൻ വയറിളകാൻ വേണ്ടി കഷായം കുടിച്ചു കൊടുത്തു സുന്നാമാക്കി. നേരം വെളുത്തതോ അവൻ തുടങ്ങി ഒന്ന് പോയി. രണ്ടാമത് വരുമ്പോഴും വീണ്ടും പോയി, അവിടുന്ന് വരുമ്പോഴും വീണ്ടും പോയി. അവൻ നേരെ വൈകുന്നേരം വരെ കക്കൂസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഓരോ പ്രാവശ്യം പോകുമ്പോ കഴുകണോ അതോ എല്ലാം കൂടി പോയിട്ട് ഒന്നിച്ചു കഴുകിയാൽ മതിയോ? ഏകന്നൂർ മൗലവി പറഞ്ഞു, ഞാൻ തൽക്കാലം നിർത്തുകയാണ്, ഇനിയിപ്പോ ക്ഷീണം കൊണ്ട് അവസാനിപ്പിക്കുക. ചിലവരോട് കിതാബ് ആയത്ത് ഹദീസ് തോന്നിട്ട് കഴിയല്ല. അതിനാണ് നമ്മുടെ ഈ ശറഹുത്തയദീബും മന്ദിക്കും മര്യാദക്കും നമ്മുടെ ഉസ്താദുമാര് പഠിച്ചു വെച്ചത്. ഗ്രീക്ക് തർക്കശാസ്ത്രം, LLBയെ വെല്ലുന്ന ശാസ്ത്രം, LLMനെ വെല്ലുന്ന സൈന്യ ശാസ്ത്രം നമ്മുടെ പള്ളി ദർശുന്ന ഉസ്താദുമാര് പഠിപ്പിക്കുന്നുണ്ട്. തസ്രീഹുൽ എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. അതിന്റെ പ്രാക്ടിക്കൽ വശം നമ്മുടെ ആലിമ്യങ്ങൾ ഇനിയും, ഞാൻ കുറ്റം പറയല്ല, ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. തസ്രീഹുൽ അഫ്ലാഖ്, ഫലക്കിന്റെ ചലനം. മനുഷ്യന്റെ എവിടെ തീമോനെ? മെഹറാജിന്റെ വാർഷികം വരികയാണല്ലോ, റജബ് 27 നടന്നു വരികയാണല്ലോ. നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണത്, അല്ലേ? നമ്മൾ ചർച്ച ചെയ്യേണ്ട സബ്ജക്റ്റ്. ആ മനുഷ്യൻ എവിടം വരെ എത്തി? 2ാമത്തെ ആകാശത്തിലെത്തിയിട്ടുള്ളൂ. ചൊവ്വാഗ്രഹം നിൽക്കുന്നത് 2ാം ആകാശത്തിലാ. സൂര്യൻ നിൽക്കുന്നതോ 4ാം ആകാശത്തിലാ. 4ാം ആകാശത്തിൽ നിൽക്കുന്ന സൂര്യന്റെ ചൂട് സഹിക്കവയ്യാതെ നമ്മളിവിടെ കിടന്ന് എരിപിരി കൊല്ലാണ്. ഇനി 4ഉം കഴിഞ്ഞ് 5ഉം കഴിഞ്ഞ് 6ഉം കഴിഞ്ഞ് 7ഉം കഴിഞ്ഞിട്ട് വേണം സിദ്റത്തുൽ മുന്തഹ. അത് കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ പ്രൊട്ടക്റ്റഡ് ഏരിയ, ഒരാൾക്കും പ്രവേശനമില്ലാത്ത ആ സ്ഥലം. അവിടേക്കാണ് മുഹമ്മദുർ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂല് കടന്നുപോയത്.
നാലാനാകാശത്ത് കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനിൽ കത്തുന്ന ഒരു ദിവസം കത്തുന്ന ഹൈഡ്രജനും ഹീലിയവും ഉണ്ടായാൽ ഖിയാമത്ത് വരെ ലോകത്ത് കരണ്ട് കത്തിക്കാമെന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. ഇന്ന് നിങ്ങൾ പത്രം വായിച്ചു കാണും, TV കണ്ട് കാണൂ. ഇടുക്കി ഡാമിൽ ഇനി 40 ദിവസത്തിനുള്ള വെള്ളമുള്ളൂട്ടോ. ഇടുക്കി ഡാമിലെ വെള്ളം പോയി. 40 ദിവസം മഴ പെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കരണ്ടില്ല കേട്ടോ. ഫാന് കറങ്ങില്ല മോനെ, സ്വിച്ചിട്ടാൽ ലൈറ്റ് കത്തൂല. അള്ളാഹു അവന്റെ ഖുർആനിലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നബിയേ, നിങ്ങൾ പറഞ്ഞു കൊടുക്കണോ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിന്റെ ഉറവിടത്തെ സംബന്ധിച്ച്? ഇൻഷാ അല്ലാഹ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിന്റെ ഉറവിടത്തെ സംബന്ധിച്ച്? ആ വെള്ളം അല്ലാഹു അങ്ങ് വറ്റിച്ചു കളഞ്ഞാൽ നിങ്ങൾക്ക് കുടിവെള്ളം തരാൻ കഴിവുള്ളവൻ പിന്നെ ആരുണ്ട്? അള്ളാഹു അവന്റെ ഖുർആനിൽ ചോദിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മഴയ്ക്ക് വേണ്ടി വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്ന സമയത്ത് വെള്ളത്തിന്റെ ഗൗരവത്തെപ്പറ്റി ഖുർആനിൽ അള്ളാഹു നേരത്തെ തന്നെ ചർച്ച നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ മെഹറാജിന്റെ രാവ് ആഘോഷിക്കപ്പെടുന്ന സമയത്ത്, മെഹറാജ് നമ്മളിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കണം, നമ്മൾ രണ്ടാനാകാശത്തെത്തിയിട്ടേ ഉള്ളൂ. നാലാനാകാശത്തിൽ കിടക്കുന്ന സൂര്യന്റെ വലയം ഭേദിക്കാൻ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സൂര്യവലയം ഭേദിച്ചിട്ടുണ്ട്, ചന്ദ്രവലയം ഭേദിച്ചിട്ടുണ്ട്. ലൗഹുൽ മഹ്ഫൂദ് കൊണ്ടുപോയി സിദ്റത്തുൽ മുൻതഹ കണ്ടു, അല്ലാഹനെ കണ്ടു. എത്ര കാലം വേണം ഇനി ശാസ്ത്രം അങ്ങോട്ടെത്താൻ? അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ദീന് പരമപരിശുദ്ധമായ ദീനാണ്. അതിന്റെ ഏറ്റവും വിലപ്പെട്ട ജീവൻ ഇൽമാണ്, അറിവാണ്, നോളജാണ്. അതാണ് നമ്മൾ ഇവിടുന്ന് പഠിപ്പിക്കുന്ന പഠിത്തത്തിൽ പഠിക്കുന്ന ഇൽമ്. അത് രണ്ട് ലോകത്തും ഉപകാരമുള്ള ഇൽമാണ്. നമ്മുടെ ഇൽമ് ലോകത്ത് മുഴുവൻ വിളംബരം ചെയ്യേണ്ട ഇൽമാണ്. ആ ഇൽമിന്റെ ഖാദിമീങ്ങളാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുമ്പോൾ ഒരു ചെറിയ കാര്യം കൂടി പറയുകയാണ്. ഇവിടെ 100 ചില്ലാനം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ഇവിടുത്തെ രണ്ടാമതൊരു തങ്ങളുണ്ട്. ആ തങ്ങളെ റൂമിൽ കിട്ടിയപ്പോ ചോദിച്ചു, തങ്ങളെ ൊക്കെ എവിടുന്നാ ചെലവിന് കിട്ടുന്നത്? ഈ നാട്ടിലുള്ള കമ്മിറ്റിക്കാര് ക്യാൻറ്റീൻ നടത്തുകയാണോ? ആ സമയത്ത് തങ്ങൾ പറഞ്ഞു, അല്ല ഉസ്താദേ, ഈ നാട്ടിലുള്ള എല്ലാ കുട്ടികൾക്കും ഈ നാട്ടുകാര് വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മുതഅല്ലിമിന് ഭക്ഷണം കൊടുത്താൽ കിട്ടുന്ന പവർ എത്രയാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അവിടെ ബറക്കത്തിന്റെ നിലവിറമാവുകയാണ്. അല്ലാഹു ഇൽമിന്റെ ബറക്കത്ത് അവിടെ ഇറക്കുകയാണ്. ഒരു മുതഅല്ലിം ഒരു ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോ അവന്റെ ഇൽമിന്റെ ബറക്കത്ത് കൊണ്ട് അവന്റെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. അവന്റെ ഖബറിന്റെ അദാബ് അല്ലാഹു 40 ദിവസം എടുത്തു മാറ്റിക്കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി അതിന്റെ അപ്പുറത്ത് വേറെയും ഉണ്ട്. എന്റെ അനുഭവത്തിലുള്ള ഒരു സംഭവം പറയാൻ. ഇവിടെ ഓൺലൈനിലുണ്ട് ഈ പരിപാടി, അതുപോലെ തന്നെ ഇവിടെ റെക്കോർഡ് ചെയ്യുന്ന ഈ പരിപാടി. ബോധത്തോടുകൂടെ തന്നെയാണ് പറയുന്നത്. ഞാൻ 8 കൊല്ലം ഓതിപ്പടിച്ചൊരു നാടുണ്ട്, തൃശൂർ ജില്ലയിൽ ഒന്നിത്തട്. സുബ്ഹാനല്ലാഹ്, അവിടെ മുതഅല്ലിമായിരിക്കുന്ന കാലം ഞാൻ കുറച്ച് ഉയരം കൂടിയ വിദ്യാർത്ഥിയാണ്. ഓരോ വീട്ടിലും ആ പള്ളിയിലെ മുഖരി തന്നെ കൊണ്ടുപോകും. ഈ കുട്ടിക്ക് ചെലവിന് കൊടുക്കാൻ പറ്റുമോ? ഉള്ള ആളുകളൊക്കെ ഗൾഫിലാണ്, ആണുങ്ങളില്ല. പെണ്ണുങ്ങളൊക്കെ നോക്കിയിട്ട് പറയും, ഇത് കുറച്ച് വലിയ കുട്ടിയാ, ഇവിടെ വേണ്ട, എനിക്ക് ചെലവ് കിട്ടാതെ. അവസാനം ഉസ്താദ് പറഞ്ഞു, മോനെ നീ എന്റെ കൂടെ കുടിക്കോ. ഓക്കെ ഉസ്താദ്, ഉസ്താദുൽ അസാത്തിദ് ഓക്കെ ഉസ്താദിന്റെ ഒരു ശിഷ്യനാ. അദ്ദേഹം പറഞ്ഞു, സൂഫിയായ ഉസ്താദാ, നീ എന്റെ കൂടെ കുടിക്കുക, എനിക്ക് കൊണ്ടുവരുന്ന പാത്രത്തിൽ നീയും ആവാം. എത്ര ദിവസം നമ്മൾ ഉസ്താദ്മാരോട് കൂടെ കഴിക്കും? നമുക്കൊരു ഒരു വിഷമല്ലേ? അപ്പൊ ഞാൻ ആ മുക്കരിക്കാട് പറഞ്ഞു, ഇങ്ങനെങ്കിലും ഒരു വീട്ടിലേക്ക് ചെലവാക്കി തരും, ഇവിടെ നിന്ന് ഓതണം. ആ മുക്കരി ആ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അത് ഒഴിവാക്കിയതാ. ജമാഅത്തേര് പറഞ്ഞു, അവിടെ ചോദിക്കണ്ട, അവിടെ യാതൊരു ഗതിയില്ലാത്ത വീടാ, ചോദിക്കണ്ടാവും. ഒരു പറഞ്ഞു, നമുക്ക് പോയി ചോദിച്ചോക്കുക, ഒരു വരികയാണ്. എന്നെ കൊണ്ടുപോയിട്ട് ആ വീട്ടിന്റെ മുമ്പിൽ നിർത്തിയിട്ട് വീട്ടുകാരെ വിളിച്ചു, ഉമ്മല്ലേ എവിടെ വെച്ചു? ആ ഉമ്മ അകത്തുനിന്ന് വാതിൽ തുറന്ന് കടന്നു വന്നിട്ട് നോക്കി, എന്റെ ഉസ്താദെ, ഈ മൊയ്ലിയാർക്ക് ഇവിടെ ചെലവിന് കൊടുക്കാൻ പറ്റുമോ ചോദിച്ചു.
ഞാൻ വിചാരിച്ചു പഴയ പല്ലവി പറ്റില്ല എന്നെ വരാൻ പോണത്. പക്ഷെ ഉമ്മ പറഞ്ഞു 3 നേരം ഈ കുട്ടി ഇവിടെ വന്നോട്ടെ, ഞങ്ങൾ കഴിക്കണം ഭക്ഷണം ഈ കുട്ടിക്കും കൊടുത്തോളാം. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഭക്ഷണം തരാം 3 നേരം എന്ന് പറഞ്ഞത് ആ വീട്ടിൽ നിന്നാണ്. എത്ര കാലം ഈ കുട്ടി ഇവിടെ വന്നു ഞങ്ങൾ ഇവിടെ അത്ര കാലം ഭക്ഷണം കൊടുക്കാറും. സുബ്ഹാനല്ലാഹ്. ഞാൻ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ സ്ഥിരമായി പോകണം. അന്നും ഞാൻ വാതിന് പോകുന്നുണ്ട്. എന്നൊക്കെ വാതിന് പോയി 25 റുപ്യ, 50 റുപ്യ, 30 റുപ്യ, 40 റുപ്യൊക്കെയാണ് വലിയ കാശ് കിട്ടുക. അങ്ങനെ ഒരു ദിവസം ഉച്ചക്ക് ഭക്ഷണത്തിന് സറക്കൊക്കെ കഴിഞ്ഞ് ഓടി ചെല്ലുമ്പോ 2:30 മണിയാണ്. അപ്പൊ ആ വീട്ടിലെ ഉമ്മയിൽ നിന്ന് നിലവിളിക്കാം, കടക്കണ കട്ടലിന്റെ മുകളിൽ നിലവിളിക്കാം. ഞാൻ ചോദിച്ചു, എന്റെ ഉമ്മ ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ? ഞാൻ ഭക്ഷണത്തിന് വരാൻ വൈകിയത് ഉസ്താദ് സബക്ക് കുറച്ച് നീണ്ടുപോയി. ലോഹറിന്റെ ശേഷം ഒരു കിതാബുണ്ട്, അത് നീണ്ടുപോയി. ഒരാളൊരു സംശയം ചോദിച്ചാൽ മതിയല്ലോ, പിന്നെ അങ്ങനെ നീണ്ടുപോകുമല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും വിഷമമുണ്ടോ ചോദിച്ചു. മോനെ അതൊന്നല്ല, ഇവിടെ നിന്ന് ഉച്ചക്ക് ചോറ് വെച്ചിട്ടില്ല, അരിയില്ല എന്ന് പറഞ്ഞു. കാലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പറയുമ്പോ ആളുകൾക്ക് അത്ഭുതം തോന്നണ്ട. വയസ്സായ ആൾക്കാർ ഇതിന്റെ ഇടയിൽ ഒന്നും ആരെയൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അവർക്കൊക്കെ അറിയാം. ഉച്ചക്ക് ചോറ് വെക്കാൻ അരിയില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാനിവിടെ ഉസ്താദിന് വേഗം പോകാൻ ഉസ്താദിന് ചോറ് കിട്ടും പറഞ്ഞു. അപ്പൊ ആ ഉമ്മ പിന്നാലെ വന്നിട്ട് പറഞ്ഞു, മോനെ രാത്രി വെക്കാനും അരിയില്ല, കുട്ടി വായതിനൊക്കെ പോണതല്ലേ, ഒരു 100 റുപ്യ കടം തരുമോ ചോദിച്ചു. ഞാൻ വയല് പറഞ്ഞ് കിട്ടുന്ന പൈസ ഉസ്താദിന്റെ അടുത്ത് ഏൽപ്പിക്കല. ഉസ്താദ് ഒരു കണക്കേക്ക് വെക്കും. എന്നിട്ട് നാട്ടിൽ പോകുമ്പോ ഈ കണക്കൊക്കെ കൂട്ടി നമ്മുടെ കയ്യിൽ കുറച്ച് തരും, ബാക്കി വാപ്പാടെടുത്ത് കൊണ്ടേ കൊടുക്കും. കൂടുതൽ പൈസ നമ്മുടെ തരില്ല. അങ്ങനെ വളരെ സൂക്ഷ്മതയുള്ള ഒരു ഉസ്താദാണ്. ഞാൻ ഉന്നത്തി ചോദിച്ചു കൊടുന്നേരാറ് 100 രൂപ ഉസ്താദ് ചോദിച്ചപ്പോ തന്നു. വേഗം തന്നെ ഈ വല്യമ്മക്ക് കൊണ്ടേ കൊടുത്തു. നിങ്ങൾ അറിയണം, ആ വീട്ടിലെ ഉമ്മ കഴിഞ്ഞ മാസത്തിലാണ് മരിച്ചുപോയത്. ആ ഉമ്മ മരിക്കാൻ കിടക്കുമ്പോ കുന്നംകുളത്തെ റോയൽ ഹോസ്പിറ്റലിലേക്ക് എന്നെ വിളിപ്പിച്ചു. 8 കൊല്ലം ആ വീട്ടിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചു. വിളിപ്പിച്ചു. അദ്ദേഹത്തിന്റെ മക്കളും മരുമക്കളും ഒക്കെ അവിടെ ഉണ്ട്. വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു മൊയിലേരാ. പ്രിയമക്ക് 100 റുപ്യ കുട്ടിയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. പറയാനുള്ള കാരണം എന്താണെന്നോ, ഇന്ന് കേരളത്തില് 9,000 കോടി ഡോളറിന്റെ ആസ്തിയുള്ള മുതലാളിയാണ് ആ ഉമ്മാന്റെ മകൻ. ഷാർജയിലെ ഒരു വലിയ ഇന്റർനാഷണൽ മൾട്ടിനാഷണൽ കമ്പനിയുടെ MD ആണ്. ഷെയറില്ല, സ്വന്തം പൈസ, ലോണുമില്ല. പേര് ഞാൻ പറയാത്തത് അതൊരു അനൗചിത്യമാകും എന്ന് കണക്കൂട്ടിക്കൊണ്ട ആ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മറക്കരുത് മോനെ, മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തത് കൊണ്ട് തൊലയില്ലട്ടോ. ഈ കുട്ടികൾ 100 റുപ്യ മേടിച്ചിട്ടാണ് എനിക്ക് അരി മേടിച്ചിരുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് 8 കൊല്ലം ഭക്ഷണം കഴിച്ച കുട്ടിയായി കുട്ടി. ആ വീട്ടിൽ നിന്ന് 11 മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക ആ ചെറുപ്പക്കാരൻ. മകൻ ഉമ്മാടെ വാക്ക് സ്വീകരിച്ച് 3 നേരം 11 കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് ആ വീട്ടില്. അല്ലാഹുവേ, ഉഹറവിയായ ആലിമീങ്ങള്, ഉഹറവിയായ മുതഅല്ലിമീങ്ങള്, എത്രയോ ഉമ്മമാര് ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരെ ഖബറിന്റെ അകത്തുണ്ട്. അവരുടെ ഖബർ ഈ സ്വർഗത്തിന്റെ ദർജ കൊണ്ട് ഉയർത്തണയല്ലോ. എത്രയോ ഉപ്പമാര് മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ ഖബറിലേക്ക് ഇതിന്റെ സവാബിനെ എത്തിക്കണയല്ലോ. ഹബീബ് റസൂലുള്ളാഹിന്റെ പൊരുത്തം നൽകണയല്ലോ. ഞാൻ എന്റെ പ്രസംഗം സമാപിക്കുന്നു. ഒരൊറ്റ കാര്യം AP ഉസ്താദ് പറഞ്ഞ പോലെ എനിക്ക് നിങ്ങളോടും എന്റെ ശരീരത്തോടും ഉണർത്താനുള്ളത്, നമ്മൾ എത്ര വലിയവരായാലും, എത്ര ഉയർന്നാലും, എത്ര മേലെ പോയാലും, എത്ര കീഴെ പോയാലും ഒരു ദിവസം ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകും. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമീങ്ങളായിട്ടല്ല നമ്മളോട് മരിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ. മുസ്ലിമായി മരിക്കുന്നതിന്റെ അടയാളം എന്താണ്? മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന. ആരുടെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നായാൽ അവൻ സ്വർഗത്തിലാണ്. പ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് നമ്മൾ ചൊല്ലില്ലേ? അൽഖമത്ത് റളിയല്ലാഹു അൻഹു വിഷമിച്ചു പോയി. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു വിഷമിച്ചു പോയി. എത്രയോ മഹാന്മാര് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ അവസാന സമയം വന്ന സമയത്ത് വിഷമിച്ചു പോയിട്ടുണ്ട്. പാവപ്പെട്ട വിവരമില്ലാത്ത ദുഃഖാര്യങ്ങളായ ഒരു ഇബാദത്തും ചെയ്യാതെ ഫിത്നയും ഫസാദും ജീവിതത്തിന്റെ കൈമുതലാക്കിയ നമ്മൾ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലില്ലേ? അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. എന്നാ ഒരു കാര്യം നിങ്ങളോട് ഞാൻ ഉറപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ മരിക്കുമ്പോ, ഞാൻ മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും. ഉറപ്പ് 100% ഉറപ്പ്. ഒറ്റ കാര്യം അതിനെ നിങ്ങൾ ചെയ്യണം. അത് ചെയ്യേണ്ടതാണ് ഇൻഷാ അല്ലാഹ്. 1 മിനിറ്റ് ആ സദസ്സിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം.
എന്നിട്ട് തങ്ങൾ വരുമ്പോ അവിടെ തന്നെ ഇരിക്കുക. ബാക്കിൽ കസേര ഒഴിവുള്ളവരൊക്കെ ഒന്ന് മുന്നോട്ട് കടന്നു വന്ന് മജ്ലിസ് വിശാലമാക്കി അടുത്തടുത്തിരിക്കുക കേട്ടോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കുന്നത് എന്തിനാണെന്നറിയോ? ഒറ്റ കാര്യം പറയാനാണ്. മരണപ്പെടുന്ന സമയത്ത് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റുമെന്ന് ഈ ദുനിയാവെന്ന് നമുക്ക് കിട്ടുന്ന ഒരേ ഒരു വാറണ്ടി, ഒരേ ഒരു ഗ്യാരണ്ടി, ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ ലോകത്ത് ആരെങ്കിലും മരണത്തിന്റെ മുമ്പ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നം കണ്ട മുസ്ലിമുണ്ടോ, മുസ്ലിമത്തുണ്ടോ, ആ ശരീരം നരകത്തിൽ കിടക്കുകയില്ല. അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ട ഒരു മുസ്ലിമും, അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ട ഒരു മുസ്ലിമത്തും ിലേക്ക് കടക്കുകയില്ല. അബദൻ. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. ആ ദറജ എത്തുമ്പോഴാണ് അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുകയുള്ളൂ. അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിനെ സ്വപ്നം കാണാനുള്ള ഒറ്റ മാർഗം എന്താണ്? സല്ലു അലൻ നബി. റസൂലുള്ളാഹിന്റെ സ്വലാത്ത് വർദ്ധിപ്പിക്കലാണ്. അതിനാണ് ഉസ്താദ് നിങ്ങളോട് 10 വട്ടം 20 വട്ടം 30 വട്ടം 40 വട്ടം അധികരിപ്പിച്ചാൽ അതിനേക്കാൾ നല്ലത്. മിനിമം 40ഉം 10ഉം വട്ടെങ്കിലും നിങ്ങൾ സ്വലാത്ത് ചൊല്ലാൻ ഒരു സ്വലാത്ത് ഉസ്താദ് നിങ്ങൾക്ക് ചൊല്ലിത്തന്നില്ലേ? അതിന്റെ മുകളിൽ പറയാൻ ഞാൻ ആളല്ല, അതിനുള്ള വിവരവും എനിക്കില്ല. എങ്കിലും ഇവിടെ പ്രസംഗിച്ച ശൈഖുനാ സുൽത്താനുൽ ഉലമ ഖമറുൽ ഉലമ കാന്തപുര ഉസ്താദിന്റെ തബറുക്കിന്റെ ശൈഖ്, ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദിന്റെ തബറുക്കിന്റെ ശൈഖ്, കണ്ണിയത്ത് ഉസ്താദിന്റെ തബറുക്കിന്റെ ശൈഖ്, മഹാനായ താജുൽ ഉലമയുടെ തബറുക്കിന്റെ ശൈഖ്, ഈ എളിയവനിൽ എളിയവനായ, ഈ പാവപ്പെട്ടവനിൽ പാവപ്പെട്ടവനായ എന്റെയും തബറുക്കിന്റെ ശൈഖാണ് ചാവക്കാട് അഞ്ചങ്ങാടി കടപ്പുറത്ത് വഫാത്തായി കിടക്കുന്ന സയ്യിദ് ഹിബത്തുല്ലാഹിൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വനഫഅനാ ബിബറകാതിഹി വബിഉലൂമിഹി ദാറൈൻ ആമീൻ. മഹാനവർകൾ, ആ സയ്യിദ് അവർകൾ കഴിഞ്ഞ 28 കൊല്ലം മുമ്പേ എന്നോട് ചൊല്ലാൻ പറയുകയും മറ്റുള്ളവരെ കൊണ്ട് ചൊല്ലാൻ ഏൽപ്പിക്കുകയും ചെയ്ത ഒരു സ്വലാത്താണ് സ്വലാത്തു താജ്. അതാണ് ഞാൻ എന്റെ വാദിന്റെ തുടക്കത്തിൽ ചൊല്ലിയത്. മഹാനായ സയ്യിദ് പറഞ്ഞു, ഈ സ്വലാത്ത് ദായിമായി സ്ഥിരമായി ചൊല്ലി വരുന്നവൻ ഹബീബ് റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടിട്ടെല്ലാം മരിക്കുകയില്ല. അല്ലാഹു ആ തൗഫീഖ് നമുക്ക് നൽകട്ടെ. ആമീൻ. സല്ലു അലൻ നബി. എല്ലാവരും ദായിമാക്കണം. എല്ലാത്തിനും ഒരു എണ്ണുണ്ട്. ഇപ്പൊ സുബ്ഹാനല്ലാഹ് 33 വട്ടം മരണം പറഞ്ഞില്ല, റസൂൽ തന്നെ പറഞ്ഞില്ലേ? അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, ലാ ഇലാഹ ഇല്ലല്ലാഹ് 10. എനിക്ക് എല്ലാം ഏഴത്തിന് എണ്ണമുണ്ട് എന്ന പോലെ സലാത്തിന്റെ മൊത്തം എണ്ണം 4444. നാരിയത്ത് സ്വലാത്തായാലും സ്വലാത്ത് താജായാലും 4444 എണ്ണം ചൊല്ലി വരുമ്പോഴേക്കും നമ്മുടെ കൽബിന്ന് കിബറും കുനുട്ടും അസൂയയും കുറെ പാപും ഉജുബും ഒക്കെ പോയി മനസ്സ് നന്നായി വരും. മനസ്സ് നന്നാകുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കൽബിൽ കാണുക. അലാ വഹിയൽ ഖൽബ്. ഹൃദയമാണ് നല്ലത്, ഹൃദയത്തിലാണ് തഖ്വ കിടക്കുന്നത് കേട്ടോ. അപ്പൊ ഹൃദയങ്ങൾ ക്ലിയർ ചെയ്യാനാണ് ഈ സലാത്ത് എല്ലാം പറയുന്നത്. ആ സലാത്തിന്റെ രാജാവാണ് സലാത്തു താജ്. അതിന്റെ എണ്ണവും 4444 ഇവിടെ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദ് തുടക്കം കുറിച്ചു. നമ്മുടെ ഒരു മദ്രസയുടെ നിർമ്മാണ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. അതിലേക്ക് നിയത്ത് ചെയ്ത് ബിസ്മില്ലാ റസൂലുള്ളാഹിന്റെ പേരിൽ ബിൽഡിങ്ങിന്റെ തുടക്കം കുറിച്ചു. അൽഹംദുലില്ലാഹ്. അതിലേക്ക് നിയത്ത് ചെയ്ത് ഓരോ സ്ത്രീ പുരുഷന്മാരും ഓരോ 4444 രൂപ റസൂലുള്ളാഹിന്റെ പേരിൽ നിയ്യത്ത് ചെയ്ത് ഹദിയായി പറയുമ്പോ അത് റസൂലുള്ളാഹിന്റെ പേരിൽ പറയുന്ന ഹദിയാകുന്നു. അതോടൊപ്പം അത് നമ്മളിൽ നിന്ന് മരിച്ച പാപ്പാടെ, ഉമ്മാടെ, അനുജന്റെ, ജ്യേഷ്ഠന്റെ, ഭാര്യന്റെ, കുട്ടികളുടെ പേരിൽ നിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അല്ലാഹു അപ്പം തന്നെ അവരെ ഖബറിലേക്ക് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ മജ്‌ലിസിലുള്ള എല്ലാവരും, ചെറിയ സംഖ്യയാണത്, ഉമ്മമാരുടെ ഭാഗത്തേക്ക് ഞാൻ 2 കുട്ടികളെ പറഞ്ഞു വിടുന്നുണ്ട്. അവരെ വിരിക്കുന്നത് എനിക്കറിയത്തില്ല, അവിടെ എവിടെ കൊണ്ട് 2-3 പ്രവർത്തകന്മാരായ വളണ്ടിയർമാരെ കഴുത്തിൽ ഇതുപോലെ ബാഡ് ചോദിച്ചു കിടക്കുന്ന കുട്ടികളില്ലേ, ഒരു 3-4 കുട്ടികൾ നമ്മുടെ ഉമ്മമാരുടെ ഭാഗത്തേക്ക് ചോദിക്ക്. ഒരു 4444 കഴിവുള്ള ഉമ്മമാര് തരട്ടെ. അതിനും കഴിവില്ലാത്ത ഉമ്മമാര് അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹീതമായ ആഭരണങ്ങളിൽ നിന്ന് ശകലം ഹബീബ് റസൂലുള്ളാഹിന്റെ പേരിൽ നിയ്യത്ത് ചെയ്ത് ഈ മജ്‌ലിസിലേക്ക് കൊടുത്തയക്കണം. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ എടുത്തുമ്പോ സമാപന ദുആ തങ്ങളുപ്പാപ്പ നടത്തുമ്പോ അതുകൂടി ആഡ് ചെയ്തുകൊണ്ട് അതിൽ വെച്ച് ദുആ ചെയ്യും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ മജ്‌ലിസിൽ നിന്ന് ആരാണ് ഹബീബ് റസൂലുള്ളാഹിന്റെ പേരിൽ നിയ്യത്ത് ചെയ്ത് ഒരു 4444 10 ലക്ഷം ഒന്നും ചോദിച്ചിട്ടില്ല. അതാ അബ്ബുലമൻ ഇദ്ദേഹം പറഞ്ഞു. അവിടെ മഹാനായ നമ്മുടെ ഇബ്രാഹിം കുട്ടിയാജി ചെമ്മാട് എനിക്ക് ആദ്യം കാബ കൊണ്ടുപോയി കാണിച്ചു തന്നത് അദ്ദേഹം. പഠിച്ചവനെ ആ വീട്ടിലുള്ള ദീർഘായുസ് അവർക്കൊക്കെ നൽകണേ അല്ലാ. ഈ സഹോദരന്റെ പേരെന്താ മോനെ? ഇവിടെ പറഞ്ഞ ആളുടെ പേര് ആദ്യം പറഞ്ഞ സഹോദരന്റെ പേരെന്താ?
ഇവിടെ കുട്ടികൾ ആ പുസ്തകത്തിൽ അതൊക്കെ ഒന്ന് എഴുതി വെക്കും മോനെ. ഇവിടെ അവിടെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം കുട്ടിയാച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റഹീമായ രാജരക്ഷിതാവായ അല്ലാഹ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മനാമിൽ അവർക്ക് എത്തിക്കണേ അല്ലാഹ്. അവരുടെ ഖൽബിന്റെ അകത്തുള്ള സർവ്വഹലാലായ മുറാദുകളും വീട്ടണേ അല്ലാഹ്. അവരിന്ന് മരിച്ചവരുടെ ഖബറിലേക്ക് ഇതിന്റെ സവാബിനെ എത്തിക്കണേ അല്ലാഹ്. ഹബീബ് റസൂലുള്ളാഹിന്റെ പൊരുത്തം നൽകണേ അല്ലാഹ്. അവരുടെ വിഷമങ്ങളെ അകറ്റണേ അല്ലാഹ്. അവരുടെ മുറാദുകളെ വീട്ടണേ അല്ലാഹ്. അവരുടെ കച്ചവട കൃഷി ഇടപാടുകളിൽ മതിയായ ബറക്കത്ത് നൽകണേ അല്ലാഹ്. കടങ്ങളെ വീട്ടണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്.